ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. മനസ്സിലായോ? ആ സ്ട്രക്ചറിൽ തന്നെ എങ്ങനെ നമുക്ക് ഓരോ ടൈം ഫ്രെയിമിനെയും തരംതിരിച്ച് കാണാം. ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ തരംതിരിച്ച് കാണാം. ഓക്കെ. അത് എത്രയും എന്താ പറയുക, അത്രയും എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ തരംതിരിച്ച് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്കറിയാം, ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഒരു ഡൗൺ ട്രെൻഡിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, ഒരു ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡൗൺ ട്രെൻഡിൽ പോകുന്നത് അല്ലേ. അപ്പ് ട്രെൻഡിൽ നമുക്ക് എങ്ങനെയാണ്, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, ഒരു ഹയർ ലോ, ദെൻ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്കറിയാം ഒരു ഡൗൺ ട്രെൻഡും അപ്പ് ട്രെൻഡ് സ്ട്രക്ചർ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൽ ഇപ്പോൾ ഈ കാണുന്നത് എതേറിയത്തിൻ്റെ 50 മിനിറ്റ് ബൈനാൻസ് ചാർട്ടാണ്. ഓക്കെ. ഇതിൽ നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ആണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളിത് ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുക. ഇതിൽ ടൈം ഫ്രെയിമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മനസ്സിലായോ? ഇതിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ടൈം ഫ്രെയിമിൻ്റെ ഇതും കൂടി ഈ റെക്കോർഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 15 മിനിറ്റിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങളത് 1 അവറിലാണ് ചാർട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ 1 അവർ ബ്രേക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ. അങ്ങനെ. അപ്പോൾ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ബ്രേക്ക് ചെയ്ത പോയിന്റ്. ഓക്കെ. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് 15 മിനിറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ ഇത് ഇൻറ്റേർണൽ സ്ട്രക്ചർ ആകുമ്പോൾ ഇതെന്താണ്, ഇത് എക്സ്റ്റേണൽ സ്ട്രക്ചറാണ് അല്ലേ. ഈ കാണുന്നതൊക്കെ എക്സ്റ്റേണൽ സ്ട്രക്ചറാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇൻറ്റേർണൽ സ്ട്രക്ചറും എക്സ്റ്റേണൽ സ്ട്രക്ചറും അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതിനെ തന്നെ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ചാർട്ട് മെയിൻലി നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്ഷനും എല്ലാതും റോങ് ആയി പോകും അല്ലേ. അപ്പോൾ ഇതിനൊന്നുകൂടി ക്ലാരിറ്റി വരുത്താനായിട്ട് നമ്മൾ ഈ ഒരു 15 മിനിറ്റിലത്തെ ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴത്തെ ടൈം ഫ്രെയിം 5 മിനിറ്റ് ആണ്. ഓക്കെ. ഈ ഒരു 5 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതെല്ലാതും ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റിൻ്റെ ഉള്ളിലുള്ളതെല്ലാതും എന്താണ്, 5 മിനിറ്റിലത്തെ സ്ട്രക്ചറാണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇതും സ്ട്രക്ചർ നമ്മൾ 5 മിനിറ്റ് ചാർട്ട് എടുത്താൽ കഴിഞ്ഞാൽ ഇതൊക്കെ 5 മിനിറ്റ് ആയിരിക്കും. പക്ഷേ ആക്ച്വലി നമുക്ക് ഈ ഒരു ബ്രേക്ക് ഇപ്പോൾ 50 മിനിറ്റ് ചാർട്ട് എടുത്തു, 50 മിനിറ്റിൽ നോക്കുമ്പോൾ എന്താണ്, ഇത് ആക്ച്വലി എന്താണ് 50 മിനിറ്റത്തെ ബ്രേക്ക് സ്ട്രക്ചറാണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് സ്ട്രക്ചറുകളൊക്കെ കൺസിഡർ ചെയ്യുന്നത്. പറയും ബ്രേക്ക് സ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെയാണ് 15 മിനിറ്റിലത്തെ സ്ട്രക്ചർ ഇതൊരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. ഓക്കെ. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേപോലെ കൺവേർട്ട് ചെയ്യാണ്. മനസ്സിലായി? ഇത് അറിയുന്നവരാണെങ്കിൽ ഇത് എന്ത് ചെയ്തോ, സ്കിപ്പ് ചെയ്തോ. അറിയാത്തവർക്കുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 5 മിനിറ്റിലത്തെ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായി? അപ്പോൾ 5 മിനിറ്റിലെ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമുക്കിവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതിൻ്റെ ഹൈ, ഈ ഒരു ഹൈ ഇവിടെ ഒരു ലോ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, ഈ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇത് 5 മിനിറ്റിലത്തെ ബ്രേക്ക് സ്ട്രക്ചറായി. ഓക്കെ. ദെൻ അഗെയിൻ എന്ത് ചെയ്തു, ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അഗെയിൻ എന്ത് ചെയ്തു, 5 മിനിറ്റിലേക്ക് ഒരു അപ്പ് ട്രെൻഡ് ഫേസ് ആണ് അല്ലേ, മുകളിലോട്ടാണ് ബ്രേക്ക് ആവുന്നത്. ദെൻ എന്ത് ചെയ്തു, ഒരു ഹൈ, ഈ ഒരു ഹൈ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ. ദെൻ 5 മിനിറ്റ് അഗെയിൻ നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. അതിനുശേഷം ഈ ഒരു ലോ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡൗൺ ട്രെൻഡിലേക്കാണ് ക്ലോസ് ആവുന്നത്. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. അതായത് അപ്പ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്ന, മാർക്കറ്റ് ഷിഫ്റ്റ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നവരുണ്ട്, ട്രെൻഡ് ചേഞ്ച് എന്ന് വിളിക്കുന്നവരുണ്ട്, ചോക്ക് എന്ന് വിളിക്കുന്നവരുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ മാർക്കറ്റ് ഷിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞു 50 മിനിറ്റ് ബ്രേക്ക് ആകുമ്പോൾ 50 മിനിറ്റിലത്തെ ഈ ലോ മുതൽ ഈ ഒരു ഹൈ, ഈ ബ്രേക്ക് ചെയ്ത വരെയുള്ള പോയിന്റിൽ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എന്താണ്, 5 മിനിറ്റിലത്തെ ചാർട്ടാണ്. ഓക്കെ. 5 മിനിറ്റിലത്തെ ബ്രേക്കുകളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 5 മിനിറ്റിലത്തെ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ളതിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എന്തായിരിക്കും, 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റിൽ ഇത് 1 മിനിറ്റിലത്തെ സ്ട്രക്ചറാണ്
അല്ലേ? ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ളത് എന്താണ്? 1 മിനിറ്റിലെ സ്ട്രക്ചറാണ്. അങ്ങനെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുക? നമുക്കിവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ? 1 മിനിറ്റിൽ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു? ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് എന്ത് തന്നു? 1 മിനിറ്റിൽ തന്നു. ഓക്കെ, 1 മിനിറ്റിൽ നമുക്കൊരു മാർക്കറ്റ് ഷിഫ്റ്റ് തന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഒരു ബ്രേക്ക് ചെയ്ത് ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? ലോനെ ഇവിടെ ബ്രേക്ക് ചെയ്തു അല്ലേ? ഇത് പ്രോപ്പർ ബ്രേക്ക് ആണ് അല്ലേ? നമുക്ക് നല്ലൊരു ക്യാൻഡിലോട് കൂട്ടിയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് എൻഗോൾഫിങ് ക്യാൻഡിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ ബ്രേക്ക് തന്നപ്പോൾ തന്നെ നമുക്ക് ചാർട്ട് ഇവിടെ ലൈവിൽ നിൽക്കുമ്പോൾ ഇവിടെ വരെയുള്ളതല്ല അറിയുള്ളൂ. ബ്രേക്ക് ചെയ്തു, ദെൻ എൻട്രിയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ എൻട്രി വയ്ക്കുമ്പോൾ എവിടെ വയ്ക്കും? ഇവിടെ ഒരു FEG ഉണ്ട്. ആ FEGയിൽ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെച്ചു, ടാർഗറ്റ് ഇവിടെ വെച്ചു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 4.3 RRൻ്റെ ട്രേഡാണ്. ഓക്കെ, അടിപൊളി ട്രേഡാണ്. പക്ഷേ എന്ത് ചെയ്തു? SL അടിച്ചു. മനസ്സിലായോ? SL അടിച്ചു. എന്തുകൊണ്ടാണ് SL അടിക്കാനുള്ള റീസൺ? ഇവിടെ എനിക്ക് പ്രോപ്പറായിട്ട് 1 മിനിറ്റിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടില്ലേ? അല്ല സോറി, 1 മിനിറ്റിലത്തെ MS കിട്ടിയില്ലേ? മാർക്കറ്റ് ഷിഫ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ട്രെൻഡ് ഇവിടെ നിന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് SL അടിച്ചത്? ഒരൊറ്റ കാരണമുള്ളൂ, ഈ സ്ട്രക്ചർ റോങ് ആണ്. എന്തത് റോങ് ആവാനുള്ള കാരണം? ഈ ഒരു സ്ട്രക്ചർ റോങ് ആവാനുള്ള കാരണം എന്താ? ഇവിടെ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സ്ട്രക്ചറിൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത്, ഒരു സ്ട്രക്ചർ മൂവ് ആവുന്ന സമയത്ത്, ആ സ്ട്രക്ചറിൻ്റെ ഒരു റിവേഴ്സ് വരുന്ന സമയത്ത്, പുൾ ബാക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ വെച്ച് പറയാം, ഈ ഒരു ലോ മുതൽ ഒരു ഹൈ വരെ വരച്ചു. ഈ ഒരു പ്രൈസ് പുൾ ബാക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരു ഹൈ ഉണ്ട്, ദെൻ ഇക്വിലിബ്രിയം ഉണ്ട്. അതായത് വാല്യൂസ് വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0% ഉണ്ട്, ദെൻ 100% ഉണ്ട്, ദെൻ 50% ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വരണത് അല്ലേ? ഇതിൽ ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് മതിയോ? അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ചെയ്യട്ടെ കേട്ടോ, സോറി കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഫിബ് വരിക അല്ലേ? 0, 0.23%, ദെൻ 38%, 50%, 61%, 78%, ദെൻ 100%. ഇങ്ങനെയാണ് നമുക്ക് ഫിബ് വരുന്നത്. അപ്പോൾ ഒരു പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ട്രക്ചറിൽ നിന്ന്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ലോ ഫോം ആയതിനു ശേഷം പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുൾ ബാക്ക് എന്ന് പറയുന്നത് മിനിമം 0.23% വരണം. അതായത് ഇപ്പോൾ നിങ്ങളൊരു 0.23 എന്നുള്ള 23%, 25% റിവേഴ്സ് വരണം. ഒരു 0.382 അല്ലെങ്കിൽ അതായത് ഒരു 50% വരണം എന്നാണ്. അതായത് ഒരു പ്രൈസ് മൂവ് ചെയ്ത് ആ പ്രൈസിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ ഇവിടുന്ന് മേടിക്കാൻ വരണം. ഇൻസ്റ്റിറ്റ്യൂഷന് ഏറ്റവും താല്പര്യം എന്താണ്? പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ലോങ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ നിന്ന് മേടിക്കാനാണ് താല്പര്യം അല്ലേ? അതേപോലെ തന്നെ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൽ നിന്ന് മേടിക്കാനാണ് താല്പര്യം. ഓക്കെ, അപ്പോൾ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൈസ് ഡിസ്കൗണ്ടിൽ വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? കയറേണ്ടത്. മനസ്സിലായി? അതിനാണ് ശരിക്കും ആക്ച്വലി ഒരു പുൾ ബാക്ക് എന്ന് പറയാം. ഇതിങ്ങനെ എടുത്തു, ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. നിങ്ങളിതിങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഇതിങ്ങനെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ശ്രീജിത്ത് പറയുന്നത് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലായി? അപ്പോൾ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അതിനെ ഡിസ്കൗണ്ടിൽ വന്ന് മേടിച്ചതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് സഞ്ചരിക്കുമ്പോഴാണ് ആക്ച്വലി ഒരു സ്ട്രക്ചർ ഫോം ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല ഇനിയിപ്പോൾ 50% വന്നില്ല, ഒരു 25% എങ്കിലും റിവേഴ്സ് വരണം. ഒരു സ്ട്രക്ചറിൻ്റെ 25% എന്ത് വരണം? റിവേഴ്സ് വരണം, പുൾ ബാക്ക് വരണം. മനസ്സിലായി? അതാണ് ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? 1 മിനിറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, ദെൻ എന്ത് ചെയ്തു? MS കിട്ടി, ദെൻ പ്രൈസ് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് നടത്തി അല്ലേ? അപ്പം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഓർമ്മയില്ല, നമുക്ക് ഒരു 5 മിനിറ്റ് ചാർട്ട് നോക്കുന്ന സമയത്ത് ഇത് 5 മിനിറ്റ് എടുക്കാം, ബെറ്റർ. 5 മിനിറ്റ് എടുക്കുന്ന സമയത്ത് ഓക്കെ, 5 മിനിറ്റിലെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഉള്ളത് ഇന്റേണൽ സ്ട്രക്ചറാണ്
അല്ലെ? അതായത് 5 മിനിറ്റിലെ ഇന്റേണൽ സ്ട്രക്ചറാണ്. ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റിലെ താഴത്തേക്കുള്ള എല്ലാ ടൈം ഫ്രെയിമും ഇതിന് ഇൻക്ലൂഡഡ് ആണ്. 3 ഇനി 4, 3, 2, 1 അതിന്റെ താഴത്തേക്കുള്ളതൊക്കെ എന്താണ്? ഇന്റേണൽ സ്ട്രക്ചറാണ്. മനസ്സിലായോ? അത് മൊത്തത്തിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അത് വേറെ കേസ്. അപ്പോൾ ഇത് ഇന്റേണൽ സ്ട്രക്ചറാണ്. നമ്മൾ നേരെ എന്ത് ചെയ്തു? 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 1 മിനിറ്റിലെ സ്ട്രക്ചർ നോക്കുമ്പോൾ 1 മിനിറ്റിൽ ഇവിടെ ബ്രേക്ക് ചെയ്തതിന് കഴിഞ്ഞു. ഓക്കെ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? 1 മിനിറ്റിൽ ഇന്റേണൽ സ്ട്രക്ചറാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ സ്ട്രക്ചർ ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സ്ട്രക്ചറോട് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ 1 മിനിറ്റിലത്തെ ഇന്റേണൽ സ്ട്രക്ചർ ആവാം, ദെൻ മെയിൻ സ്ട്രക്ചർ ആവാം. അതായത് 1 മിനിറ്റ് സ്ട്രക്ചർ ആവാം, ഇന്റേണൽ സ്ട്രക്ചർ ആവാം. എപ്പോഴാണ് ഇത് 1 മിനിറ്റിലത്തെ മെയിൻ സ്ട്രക്ചർ ആവുന്നത്? നമുക്കൊരു പുൾ ബാക്ക് തരുന്ന സമയത്താണ് സ്ട്രക്ചർ കറക്റ്റ് ഫോം ആവുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത്തിരി ട്രിക്കിയാണ് ഇത് മനസ്സിലാവാൻ, ഇത്തിരി ട്രിക്കിയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, പക്ക ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. മനസ്സിലായി? കാരണം ഞാൻ ഇങ്ങനെയാണ് ഇത് പഠിച്ച് മനസ്സിലാക്കി വരുന്നത്. മനസ്സിലായി? ഞാൻ എടുക്കുന്ന ട്രേഡുകളെല്ലാം അത് ഇതുപോലെ തന്നെയാണ്. മനസ്സിലാവണ്ട? ഈ സ്ട്രക്ചർ മനസ്സിലാക്കണം. അപ്പോൾ എനിക്കിവിടെ റീസെൻ്റ്ലി ഒരു MS കിട്ടി, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ 1 മിനിറ്റിൽ കിട്ടിയിട്ടുള്ളത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്വിംഗ് ലോ ആണ്, അല്ലേ? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്വിംഗ് ലോ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പ്രൈസ് നല്ല രീതിയിൽ മൂവ്മെന്റ് തന്നു. ഇവിടെ ഒരു പുൾ ബാക്ക് തരുന്നത് ഇന്റേണൽ സ്ട്രക്ചറിലാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, അല്ലേ? ഇതും ബ്രേക്കാണ്, ഇതും ബ്രേക്കാണ്, അല്ലേ? അപ്പോൾ ഇതിന്റെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ഇന്റേണൽ സ്ട്രക്ചറിൽ ബ്രേക്ക് തന്നു, ഇന്റേണൽ ബ്രേക്ക് സ്ട്രക്ചർ തന്നു. അതിന്റെ ലോയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ മാർക്ക് ഷിഫ്റ്റ് ആയിട്ട് തന്നേക്കണേ, ഇന്റേണൽ മാർക്ക് ഷിഫ്റ്റാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്റേണൽ മാർക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ മാർക്ക് ഷിഫ്റ്റാ. അതൊരിക്കലും 1 മിനിറ്റിലത്തെ മെയിൻ സ്ട്രക്ചറിലത്തെ മാർക്ക് ഷിഫ്റ്റ് അല്ല. മനസ്സിലായി? ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിബ് വെച്ച് വരച്ച് നോക്കാന്ന് വെച്ചോ. ഇവിടെ പ്രൈസ് ഈ പറയുന്ന 2.23ലേക്ക് വന്നിട്ടില്ലേ? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മിനിമം ഈ 0.23ലേക്ക് വരണം. ഒരു 25% ഒരു 23%ലേക്കും റിവേഴ്സ് പുൾ ബാക്കിൽ വരണം. മനസ്സിലായി? ഇവിടെ നമ്മൾ ഈ ഒരു ഹൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കി, പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? 25%, ഓൾമോസ്റ്റ് ഒരു 38.38 എന്നുള്ള രീതിയിൽ പെർസെൻറ്റേജ് വൈസിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഇത് വാല്യൂസ് മാത്രമായിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ ഉണ്ട് വാല്യൂസും നമുക്ക് പെർസെൻറ്റേജ് ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 38% അടുത്തേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ഇതാണ് ആക്ച്വൽ പുൾ ബാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായി? ഡിസ്കൗണ്ടിൽ വന്നിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ പുൾ ബാക്ക് തന്നിട്ടുണ്ട്, എന്നിട്ടാണ് പ്രൈസ് എന്ത് ചെയ്തേക്കുന്നത്? മുകളിലോട്ട് കയറിയേക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ലോ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. 1 മിനിറ്റിൽ ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്. സോറി, ഓക്കെ, 1 മിനിറ്റിൽ ബ്രേക്ക് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് ബ്രേക്ക് സ്ട്രക്ചർ ആകുമ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റിലേക്കുള്ള ബ്രേക്ക് തന്ന പോയിന്റ് പോലത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണ് എന്ത് വരണത്? നമ്മുടെ സ്വിംഗ് ലോ വരണേ, അല്ലേ? ഇവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് സ്വിംഗ് ലോ വരണേ. അപ്പോൾ എനിക്ക് മാർക്കറ്റ് ഷിഫ്റ്റ്, അതായത് ട്രെൻഡ് 1 മിനിറ്റിൽ ചേഞ്ച് ആവണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് ലോ ബ്രേക്ക് ചെയ്യണം? ഈ ഒരു ലോ ബ്രേക്ക് ആവണം. മനസ്സിലായോ? ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, നല്ല ഒരു കാൻഡിലോട് കൂടിയിട്ട് തന്നെയാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് FEGയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ FEGയിലോ, സോറി, ഈ ഒരു FEGയിൽ എൻട്രി വയ്ക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വെക്കാം. മനസ്സിലായി? അല്ലെങ്കിൽ ഇവിടുത്തെ ഓർഡർ ബ്ലോക്കിൽ വെക്കാം. മനസ്സിലായി? എൻട്രി അവിടേക്ക് വരുമോ വരില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മനസ്സിലായി? നമ്മുടെ സ്ട്രക്ചർ പ്രകാരം നമുക്ക് ഇവിടെയാണ് MS. മനസ്സിലായി? എന്നിട്ട് നമുക്ക് പ്രൈസ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രി കിട്ടും. എൻട്രി എന്താ പറയുക, പ്രൈസ് അവിടേക്ക് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്ട്രക്ചറിനല്ല പ്രശ്നം. എൻട്രി പ്രൈസ് അവിടേക്ക് വരാൻ താല്പര്യപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായി? അതിൽ അത്രേ പറയാനുള്ളൂ. അതിലൊന്നും നിങ്ങൾ വേറെ കുറെ ആലോചിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. സ്ട്രക്ചറിൽ നമുക്ക് ഇവിടെ MS കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? MS കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ എൻട്രി വന്നില്ല എന്ന് പറഞ്ഞു, ഓക്കെ, എൻ്റെ സ്ട്രക്ചറിലെ പ്രശ്നമാണ്, ഞാൻ എടുത്ത എൻട്രിയിലെ പ്രശ്നമാണ്. അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി? സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്. മനസ്സിലായി? മാർക്കറ്റിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല? മുകളിലോട്ട് കയറി വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ എൻട്രി മിസ്സായി. കാര്യം ശരിയാണ്, നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഈ എൻട്രി വരുന്നത്. പക്ഷെ പ്രൈസിന് അവിടേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, വന്നില്ല, അത്രേ ഉള്ളൂ. അത് അങ്ങനെ വിട്ടാൽ മതി. മനസ്സിലായി? നമ്മൾ ഓവറായിട്ട് അതിൽ തിങ്ക് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു എൻട്രി നമ്മുടെ അവിടെ മിസ്സായി പോകും. ക്ലിയർ ആയോ?
ഇങ്ങനെ നിങ്ങൾ സ്ട്രക്ചർ കൺസിഡർ ചെയ്ത് നോക്കി നോക്കും. അത് എല്ലാ ടൈം ഫ്രെയിമിലും ഇട്ടാ. നിങ്ങളിപ്പോൾ 1 hour ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് 1 hour ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇത് ഇവിടെ ഓക്കെ, ഈ ഒരു ഏരിയ പറഞ്ഞുതരാം. ഇത് 1 hour ബ്രേക്ക് സ്ട്രക്ചറാണ്. 1 hour ബ്രേക്ക് സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് ഇന്റേണൽ സ്ട്രക്ചറാണ്. നമ്മൾ എന്ത് ചെയ്തു, 50 മിനിറ്റിലേക്ക് ടൈം ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, 50 മിനിറ്റിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കിയേ, ഇത് 1 hour ബ്രേക്ക് സ്ട്രക്ചർ ഇവിടെ അല്ലേ കിട്ടണേ. ഓക്കെ, നമുക്ക് ഇവിടെ ഇതൊക്കെ കാണുന്നത് എന്താണ്, 50 മിനിറ്റിലത്തെ കാൻഡിൽസ് ആണ്, അല്ലെ കാൻഡിൽ ബാർസ് ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഈ ലോ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്തു, ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് 15 മിനിറ്റ് ബ്രേക്ക് സ്ട്രക്ചറാണ്. 15 മിനിറ്റ് ബ്രേക്ക് സ്ട്രക്ചർ, ദെൻ അഗെയിൻ 15, ദെൻ അഗെയിൻ 15. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, നിങ്ങളെ ചാർട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട് അല്ലേ, ക്ലാരിറ്റി ഉണ്ട്. എന്താണ്, 1 hourലേക്ക് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി, ദെൻ 50 മിനിറ്റത്തെ ചാർട്ടാണ് ഇവിടെ കാണുന്നത്. 50 മിനിറ്റത്തെ പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് ആണ് ബ്രേക്ക് ചെയ്തത്, അതിൻ്റെ സ്വിങ് ഹൈ ആണ്. ആ സ്വിങ് ഹൈയുടെ ലിക്വിഡിറ്റി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് പോകണം. ബാലൻസ് ഈ ഒരു ഹൈയുടെ ലിക്വിഡിറ്റി എന്താണ്, ഇവിടെ പെൻഡിങ് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ എന്താണ്, ഇവിടെ നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി അല്ലേ. അപ്പോൾ ഈ പോയിന്റ് മുതൽ ബ്രേക്ക് ചെയ്ത പോയിന്റിലത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് സ്വിങ് ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, അടുത്ത ലിക്വിഡിറ്റി ഏരിയ ആണ്. മനസ്സിലായോ? ലിക്വിഡിറ്റി. മനസ്സിലായോ? ഇവിടുത്തെ ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇങ്ങനെ വേണം സ്ട്രക്ചർ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ 1 hourൽ എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ 50 മിനിറ്റിലത്തെ സ്ട്രക്ചറാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഈ ലോ ആക്ച്വലി ഓക്കെ, ഈ ലോ ആണ്. ഈ ലോ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്കായി. ഓക്കെ, 50 മിനിറ്റ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 മിനിറ്റ് ബ്രേക്ക് സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എന്താണ്, ഇന്റേണൽ സ്ട്രക്ചറാണ്. ഇപ്പോൾ നിൽക്കുന്നത് എന്താണ്, ഇന്റേണൽ സ്ട്രക്ചറിലാണ്. കാരണം ഇത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ചാർട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ 50 മിനിറ്റിൽ ചാർട്ടിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ എന്ത് കൺസിഡർ ചെയ്യണം, ഇന്റേണൽ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളത് 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, 5 മിനിറ്റിലെ സ്ട്രക്ചർ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ കൺസിഡർ ചെയ്യണം, ഈ ഒരു ലോ ഇവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് റീസെൻറ്റ് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് തൊട്ട് തുടങ്ങാം. ഓക്കെ, ഇവിടെ 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് കിട്ടി. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ദെൻ അഗെയിൻ എന്ത് ചെയ്തു, ഈ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി നിൽക്കുന്ന ഹൈ എന്താണ്, ഈ കാണുന്ന ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ട് നിൽക്കുന്ന ഈ ഒരു ഹൈ ആണ് റീസെൻറ്റ് ഹൈ എന്ന് പറയുന്നത് അല്ലേ. അതായത് സ്വിങ് ഹൈ എന്ന് പറയുന്നത്. സ്വിങ് ലോ ഏതാണ്, ഈ ബ്രേക്ക് ചെയ്തല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 5 മിനിറ്റ് MS ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, 5 മിനിറ്റ് MS ഇവിടെ കിട്ടി. നമുക്കിവിടെ ഡ്രോപ്പായി, അത് പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട്. കാരണം ആ ലോ ബ്രേക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നല്ല ഡിസ്പ്ലേസ്മെൻറ്റ് കാനലോട് കൂടിയിട്ടുള്ള ബ്രേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതായിരിക്കും ഇനി നെക്സ്റ്റ് ഒരു ലോ വരുന്നത്, ഇതിൻ്റെ തൊട്ട് താഴത്തെ ടൈം ഫ്രെയിമിൽ നമുക്ക് MS കിട്ടിയാൽ എന്തായി, ഇത് സ്വിങ് ലോ ആയി. മനസ്സിലായി? അപ്പോൾ ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഫിബ് വരച്ച് നോക്കാം. കണ്ടോ, ഇവിടെയും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓൾമോസ്റ്റ് 50 റേഞ്ചിലേക്ക് പ്രൈസ് കയറി വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം നിങ്ങൾ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യാൻ. മനസ്സിലായി? ഇത് ഞാൻ ഫിബിൻ്റെ വാല്യൂസ് ഞാനിവിടെ വീഡിയോയിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് അത് ഇതാവും. ഇത് ഓൾറെഡി എല്ലാവർക്കും ഇത് വന്നിട്ടുണ്ടാവും റീസെറ്റ് ചെയ്യണ സമയത്ത്. അതിൽ കളറൊക്കെ ഞാൻ മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ സ്ട്രക്ചർ കൺസിഡർ ചെയ്യാൻ. മനസ്സിലായി? അപ്പോൾ ഈ 5 മിനിറ്റ് പറയുമ്പോൾ ഈ 5 മിനിറ്റ് ഉള്ളിലുള്ളത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 5 മിനിറ്റ് ചാർട്ടിലത് എന്താണ്, ഇന്റേണൽ സ്ട്രക്ചറാണ്. നമ്മളത് 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് 1 മിനിറ്റിലത്തെ സ്ട്രക്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. മനസ്സിലായി? അപ്പോൾ ഇത് നിങ്ങൾ ചാർട്ടിൽ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതുണ്ടല്ലോ, ഇത് തന്നെയാണ് ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ വേറെ ഒന്നുമില്ല. മനസ്സിലാവണ്ട? കാരണം ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കാണുന്ന ഓൾറെഡി ഉണ്ടായി നിൽക്കുന്ന മാർക്കറ്റിൽ നമ്മൾ വീണ്ടും പോയിട്ട് മാർക്ക് ചെയ്ത് വരച്ച് പ്രൈസൊക്കെ കൺസിഡർ ചെയ്യുന്നതും അതിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ മാർക്ക് ചെയ്യുന്ന ഈ കാണുന്ന ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ
അതാണ് ആക്ച്വലി ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ എന്താണ് നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, പ്രൈസ് ഇന്ന ലിക്വിഡിറ്റി എടുത്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, പ്രൈസ് വന്നിട്ടുള്ളത്. മനസ്സിലായി? ഇത് ഞാനിങ്ങനെ വരച്ച് വെക്കുന്നതുകൊണ്ടാണ് എനിക്കത് എന്താ പറയുക, ഒരു ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കത് കാണാൻ പറ്റുന്നത്. അല്ല, എല്ലാതും മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവിടെ പെൻഡിങ് എടുക്കുന്ന ലിക്വിഡിറ്റികൾ മനസ്സിലായിട്ടുണ്ട്. 50 മിനിറ്റ് ബ്രേക്ക് സ്ട്രക്ചർ, 5 മിനിറ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ചാർട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നല്ല രീതിയിൽ മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യാം. മനസ്സിലായോ? ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഇത് എടുത്ത് ഇങ്ങനെ തന്നെ വർക്കൗട്ട് ആവണം, അല്ല അങ്ങനെ തന്നെ വരണം, പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്തു, അത് 25% തന്നെ പ്രൈസ് വരണം, ഫിബ് നാളെ തൊട്ട് എല്ലാ ടൈം ഫ്രെയിമിലും ഫിബ് വരയ്ക്കാം, അങ്ങനെ ഒന്നും ചെയ്യരുത്. മനസ്സിലായോ? നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുന്നത്. ഇതേ ചാർട്ടിൽ തന്നെ നോക്കാം. മനസ്സിലായോ? ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എത്തേറിയത്തിൻ്റെ 5 മിനിറ്റ് ബൈനാൻസ് ചാർട്ടാണ്. മനസ്സിലായോ? അതിൽ തന്നെ ഈ ഒരു ഏരിയയിലാണ് ഡേറ്റ്. ഓക്കെ, ഈ ഒരു ഏരിയ ഇത്രയും ദിവസമാണ് എടുത്തായിരുന്നത്. മനസ്സിലായോ? അത് ഫ്രൈഡേ 31 ഒക്ടോബർ 25 മുതലുള്ളത് ഈ നവംബർ 4 വരെയുള്ള ഈ ഒരു ചാർട്ടാണ്. 4 ദിവസത്തെ ചാർട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഏരിയയിലത്തെ ഇതാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ഈ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇതേ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതന്നെ ഈ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. മനസ്സിലായി? ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യോടെ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിന് ഡിലേ ഉണ്ടാവും, കാരണം എനിക്ക് കുറച്ച് പേഴ്സണലി കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഡിലേ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം.